ഹായ് വെൽക്കം ബാക്ക് ടു deepadchef. നമുക്കിന്ന് വായിലിട്ട് അങ്ങനെ അലിഞ്ഞു പോണ ഒരു മിൽക്ക് പുഡിംഗ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. ഞാൻ ചൂടാക്കണില്ല, ചൂടാക്കണേക്കാളും മുന്നേ തന്നെ 1/4 കപ്പ് പഞ്ചസാര അതിലോട്ട് ചേർക്കുകയാണ്. പഞ്ചസാരയൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് ചേർക്കാം. ഇനി പാല് ചൂടാക്കണേക്കാളും മുന്നേ 3 ടീസ്പൂൺ ജലാറ്റിൻ ഞാൻ അതിൻ്റെ മേലെ ഇങ്ങനെ വിതറി കൊടുക്കുകയാണ്. ശരിക്കും നമ്മൾ ജലാറ്റിൻ ഒരു പാത്രത്തിൽ വെള്ളത്തിൽ കുതിർത്തിട്ട് ഡബിൾ ബോയിൽ ചെയ്യണം. ഡയറക്റ്റായിട്ട് ചൂടുവെള്ളം ഒഴിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാനിവിടെ പാല് തിളപ്പിക്കാത്തത്. ഇതൊരു എളുപ്പവഴിയായിട്ട് കണ്ടാൽ മതി. അപ്പോൾ പാല് ചെറുതായിട്ട് തിളയ്ക്കുന്നതോട് കൂടി ഈ ജലാറ്റിൻ പതുക്കെ മെൽറ്റ് ആവാൻ തുടങ്ങും. ഇപ്പോൾ ഏകദേശം കുറച്ച് പാലിങ്ങനെ ചൂടാവുന്നുണ്ട്. അപ്പോൾ ആ ജലാറ്റിൻ കുറേശ്ശെ ഇങ്ങനെ വീർത്ത് ഇങ്ങനെ അതിലോട്ട് അലിയാൻ തുടങ്ങുന്നുണ്ട്. ആ സമയത്ത് നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. തുടക്കത്തിൽ തന്നെ നമ്മൾ മിക്സ് ചെയ്യാൻ നോക്കിയാൽ അത് സ്പൂണിലൊക്കെ പറ്റി പിടിക്കും. ഇനി ഇതാ കുറച്ച് കട്ടയായിട്ട് കിടക്കുന്നുണ്ട് ജലാറ്റിൻ. അത് പാല് ചൂടാവുന്നതിനനുസരിച്ച് തിളയ്ക്കുന്നതിനനുസരിച്ച് അതൊക്കെ ഇതാ കണ്ടോ മെൽറ്റായിപ്പോയി. അപ്പോൾ ഇതിലോട്ട് ഇനി ഞാൻ പാല് തിളച്ച് കഴിഞ്ഞപ്പോൾ 2 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കൂടും. അതിന് വേണ്ടിയിട്ടാണ്, ഒരു കട്ടിയും കൂടും. അതില്ലാത്തവർക്ക് അതില്ലാണ്ട് തന്നെ വെറുതെ നമുക്ക് ചെയ്യാവുന്നതാണ് ഈ പുഡിങ്. ഇനി ഏതിലാണോ നമ്മൾ പുഡിംഗ് തയ്യാറാക്കണേ, ട്രേ ആണെങ്കിൽ അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 3 ഗ്ലാസ്സിലാക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതിലോട്ട് ആ ചൂടാറാൻ നിൽക്കണ്ട, ആ ചെറിയ ചൂടിൽ തന്നെ നമുക്കത് പകർത്തി വയ്ക്കാം. ഇത് എളുപ്പം തയ്യാറാക്കാൻ പറ്റണതാ, കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ ഇനി ഇതിവിടെ ഇരുന്ന് ചൂടാറണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ചൂടാറണേക്കാളും മുന്നേ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല. ചൂടാറി കഴിഞ്ഞപ്പോൾ ഞാനത് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കവർ ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ ഓവർനൈറ്റാണ് വെച്ചത്. ഒരു 4-5 മണിക്കൂറൊക്കെ വെക്കുമ്പോഴേക്കും ശരിയാവേണ്ടതാണ്. ഞാൻ രാത്രിയാണ് തയ്യാറാക്കിയത്. ഇപ്പോൾ നേരം വെളുത്തിട്ടുണ്ട്. അതിന് മേലോട്ട് ഞാൻ കുറച്ച് പിസ്ത അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി ഇതാ നോക്കിയാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ജിഗ്ലി ആയിട്ടുള്ള പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ സ്പൂണിൽ എടുക്കുമ്പോൾ തന്നെ കണ്ടില്ലേ, അങ്ങനെ ചെറിയ ഫാസ്റ്റ് മൂവ്മെൻറ്റിനെയാണ് ജിഗ്ലി എന്ന് പറയുന്നത്. അപ്പോൾ ജിഗ്ലി പുഡിങ് ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഫ്രം deepadchef. താങ്ക് യു.